ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വരുവിൻ, അല്പം വിശ്രമിക്കാം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനമാണ്. ദൈവരാജ്യ പ്രഘോഷണത്തിനായി ഈശോ തന്റെ ശിഷ്യന്മാരെ 2 പേര് വീതം അയച്ചു. വലിയ ഉത്തരവാദിത്വവുമായിട്ടാണ് അയച്ചത്. ആ ഉത്തരവാദിത്തമെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ് അവർ മടങ്ങി വന്ന് ഈശോയോട് തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുകയാണ്. ഈ അനുഭവ വിവരണം ഒരു പ്രഘോഷണമാണ്. ശരിക്കും പറഞ്ഞാൽ ഈശോ അവരെ വചനപ്രഘോഷണം പഠിപ്പിക്കുകയായിരുന്നു. വചനം പങ്കുവച്ചപ്പോൾ അവർക്കുണ്ടായ ജീവിതാനുഭവമാണല്ലോ ഏറ്റവും വലിയ പ്രഘോഷണം. എല്ലാവരും 6 ടീമില്ലേ, 6 ടീം ഇങ്ങനെ അവരുടെ അനുഭവങ്ങൾ വിവരിച്ചു വന്നപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഇവർ വളരെ ക്ഷീണിതരാണെന്ന്. ഈശോ പറഞ്ഞു, നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം, അല്പം വിശ്രമിക്കാം. ഈശോ ശിഷ്യന്മാരെയും കൂട്ടി വിജനസ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ശിഷ്യന്മാരുടെ പ്രഘോഷണം കേൾക്കാൻ, ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള ഈ സംഭാഷണം കേൾക്കാൻ ഒത്തിരി ജനം തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ജനത്തിരക്കും കൂടെ ഒഴിവാക്കാനായിരിക്കാം ഈശോ അവിടെ നിന്ന് പിൻവാങ്ങാമെന്ന് പറഞ്ഞത്. വിശ്രമിക്കാൻ പോകാമെന്ന് കേട്ടപ്പോഴേ ജനത്തിന് മനസ്സിലായി ഈശോ പോകുന്ന സ്ഥലം ഏതാണെന്ന്. ഈശോ വഞ്ചിയിൽ കയറി ജലമാർഗം പോയി. ഈശോ പോകുന്ന സ്ഥലം ഏറെക്കുറെ ധാരണയുണ്ടായിരുന്ന ജനം കരമാർഗം പാഞ്ഞോടി. ഓടുന്ന വഴിക്ക് ആൾക്കാർ ചോദിച്ചു കാണും, എന്താണ് ഈ പരക്കം പാച്ചിലെന്ന്. അവരോടൊക്കെ പറഞ്ഞു കാണും, ഈശോ വരുന്നുണ്ട്, കഫർനാമിനടുത്തുള്ള സ്ഥലത്ത് ഈശോ എത്തുന്നുണ്ടെന്ന്. കേട്ട ജനമെല്ലാം കൂടെ ഓടിക്കാണും. അവിടെ വലിയ ജനക്കൂട്ടമായി. പക്ഷെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് വചനം പങ്കുവെക്കണമെന്ന് തോന്നി. അവരുമായി സുവിശേഷം പ്രഘോഷിച്ചു. സുവിശേഷ പ്രഘോഷണം നീണ്ടുപോയി. സമയം പോയതറിഞ്ഞില്ല. ശിഷ്യന്മാര് പറഞ്ഞു, അവർക്ക് വിശക്കുന്നുണ്ട്, ഇപ്പോൾ അവസാനിപ്പിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ ഇവരാരെങ്കിലും കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഈശോ പറയാണ്, നിങ്ങൾ തന്നെ കൊടുക്കണം, അവർക്ക് ഭക്ഷിക്കാൻ നിങ്ങൾ തന്നെ കൊടുക്കണം. അങ്ങനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുന്ന ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. നമുക്ക് അല്പം വിശ്രമിക്കണ്ടേ? വിജനമായ സ്ഥലത്തേക്ക് പോകണ്ടേ? വിജനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെതായ തിക്കും തിരക്കും ഇല്ലാത്ത സ്ഥലമാണ്. അത് ദൈവാലയമാണ്. നമുക്ക് പള്ളിയിലേക്ക് പോകാം, വചനവും സ്വീകരിക്കാം, അപ്പവും സ്വീകരിക്കാം. വചനമായും അപ്പമായും ഈശോയെ സ്വന്തമാക്കാം. ആമേൻ.